ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഒരു ICICI ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ICICI ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താ വെച്ചാൽ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡീവാലുവേഷൻ നടന്നിട്ടുണ്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സെക്ഷനിൽ, ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് സെക്ഷനിൽ. പ്രത്യേകിച്ച് കോറൽ ക്രെഡിറ്റ് കാർഡും അവരെ കോറൽ കാറ്റഗറിയിൽ വരുന്ന എല്ലാ ക്രെഡിറ്റ് കാർഡുകൾക്കും മെയിനായിട്ട് വന്നേക്കുന്നത് 2-3 സെക്ടറിലാണ്. നമുക്കെന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഏപ്രിൽ 1 തൊട്ടാണ് മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് വരുന്നത് കേട്ടോ. പിന്നെ ഫെബ്രുവരിയിലും എല്ലാ ചേഞ്ചസൊക്കെ വരുന്നത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ സംസാരിക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനലും കാണുന്നതിൽ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ചെക്ക് നോക്കാൻ മറക്കണ്ട കേട്ടോ. എല്ലാത്തിലും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാത്തവരെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് എയർപോർട്ട് ലോഞ്ചസിൻ്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം അയക്കുന്നത്. എന്നാൽ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ എയർപോർട്ട് ലോഞ്ചസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ക്വാർട്ടറിൽ നിങ്ങൾക്ക് ഒരു 35,000 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ക്വാർട്ടറിൽ ഈ എയർപോർട്ട് ലോഞ്ചസ് കിട്ടുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ICICI ബാങ്കിൻ്റെ കോറൽ ക്രെഡിറ്റ് കാർഡ് സെക്ഷനിൽ, എക്സ്പ്രഷൻ കാർഡിൽ, മൈൻ ക്രെഡിറ്റ് കാർഡിൽ, ICICI ബാങ്കിൻ്റെ HPCL സൂപ്പർ സേവ് കാർഡിൽ, മേക്ക് മൈ ട്രിപ്പിൻ്റെ ICICI ബാങ്കിൻ്റെ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡിൽ, ICICI ബാങ്കിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡിൽ, ചെന്നൈ സൂപ്പർ കിങ്സ് ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡ്, ICICI ബാങ്ക് എന്താ പറയുക ബിസിനസ് ബ്ലൂ അഡ്വാൻറ്റേജ് കാർഡ്, കുറേ കാർഡുകൾക്ക് വന്നിട്ടുണ്ട്. ഇനി അതായത് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ നിങ്ങൾ 35,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ഏപ്രിൽ, മെയ്, ജൂണിൽ ഒരു എയർപോർട്ട് ലോഞ്ചസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെയാണ് സംഭവം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വെരി ബാഡ് അപ്ഡേറ്റ് തന്നെ വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ 3 മാസത്തിൽ 35,000 രൂപ സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും നടക്കുന്ന കാര്യമില്ല. പ്രത്യേകിച്ച് ആവറേജ് സ്പെൻഡൊക്കെ ഉള്ള ക്രെഡിറ്റ് കാർഡ്, പിന്നെ മൾട്ടിപ്പിൾ കാർഡ്സ് ഒക്കെ ഉള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവർക്കും മൾട്ടിപ്പിൾ കാർഡ്സുകളുണ്ട്. അപ്പോൾ ഒരു കാർഡിൽ 3 മാസം കൊണ്ട് 35,000 ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയില്ല. പിന്നെ ബിസിനസ് കാർഡൊക്കെയാണെങ്കിൽ പിന്നെയാവും. പക്ഷെ ഇത് കുറച്ച് പണിയാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് അപ്ഡേറ്റ് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് റിവാർഡ് പോയിന്റ് കാറ്റഗറിയിലാണ് വന്നേക്കുന്നത്. അതായത് ഇനി ഫെബ്രുവരി 1 തൊട്ട് റിവാർഡ് പോയിന്റ്സിൽ നമുക്ക് റൺ പേയ്മെന്റ്സിനും വാലറ്റ് റീലോഡ്സിനും റിവാർഡ് പോയിന്റ് കിട്ടില്ല കേട്ടോ. ഈ സാധനം നമ്മുടെ ഈ ചേഞ്ചസ് ആമസോൺ പേ ICICI ക്രെഡിറ്റ് കാർഡിന് ബാധകമല്ല കേട്ടോ. പിന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സിനാണ് അടുത്ത ചേഞ്ച് വന്നിരിക്കുന്നത്. 1 ഫെബ്രുവരി തൊട്ട് തന്നെ ഗവൺമെൻറ് ട്രാൻസാക്ഷൻ എല്ലാം നമുക്ക് യൂട്ടിലിറ്റി പേയ്മെൻ്റ് ആയിട്ട് കണക്കാക്കൂട്ടാം. അതുപോലെ തന്നെ ഡൈനാമിക് കറൻസി കൺവേർഷൻ ഫീ എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇൻ്റർനാഷണൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് 1% DCC ഫീ എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ സാധനം ബാങ്ക് പിടിക്കിട്ടാം. അപ്പോൾ ഈ 3 ചേഞ്ചസ് ആണ് ആക്ച്വലി ഇപ്പോൾ ICICIയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. ഡീവാലുവേഷൻ ചേഞ്ചസ് ഒരു ബാഡ് ചേഞ്ചസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എയർപോർട്ട് ലോഞ്ചസ് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ക്രെഡിറ്റ് കാർഡുകൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അത് എൻട്രി ലെവൽ കാർഡ് ആയിക്കോട്ടെ, ഒരു മീഡിയം കാറ്റഗറിയിൽ വരുന്ന കാർഡുകളായിക്കോട്ടെ. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇത് ഓവർ യൂസ് അല്ലെങ്കിൽ മിസ്യൂസ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചാർജ് കൊടുത്തിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. ഓവർ യൂസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ബാങ്കുകൾക്ക് ഭയങ്കര നഷ്ടം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ഇപ്പോൾ അവിടുത്തെ എയർപോർട്ട് ലോഞ്ചസ് അങ്ങ് നോക്കി കഴിഞ്ഞാൽ ഫുൾ കാര്യമായിരിക്കും. പക്ഷേ ഇന്ത്യയിലത്തെ എയർപോർട്ട് ലോഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ ഹൗസ്ഫുൾ ആയിരിക്കും, തിക്കും തിരക്കായിരിക്കും. നമ്മുടെ ബീവറേജിൽ നിൽക്കണം ക്യൂ ആയിരിക്കും, അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ക്യൂ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നഷ്ടങ്ങൾ വരുന്നുണ്ട് ബാങ്കുകൾക്ക്. അതുകൊണ്ടാണ് അപ്പോൾ അത് ഭയങ്കരമായിട്ട് വെട്ടിക്കുറയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ICICI ബാങ്കിൻ്റെ പുതിയ അപ്ഡേറ്റ്സ്. എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ മനസ്സിലായിരിക്കുന്ന എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്താൽ മതിട്ടാ. നമ്മൾ എല്ലാ കമൻറ്റ്സ് പോകുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 2 ചാനലും കാണത്തിൽ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അവിടുത്തെ കാണാം. ബൈ.